ഹലോ, അസ്സലാമു അലൈക്കും. റിച്വസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനമാണ് ശർക്കര, കറിവേപ്പില, ഇഞ്ചി, വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് കറാമ്പൂ, ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കടുക്, ആവശ്യത്തിന് പുളി. ഇതൊക്കെ ഇട്ട് എങ്ങനെയാണ് നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമ്മൾ ഈ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇഞ്ചിപ്പുളി അഥവാ പുളിഞ്ചി, പല നാട്ടിലും പല പേരാണ് ഇതിന്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയം നമ്മൾ എടുത്ത് വെച്ച കടുക്, അതുപോലെ ഏലക്കാപ്പൊടി, കറാമ്പട്ട, വറ്റൽമുളക്, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയം എടുത്ത് വെച്ച പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഇഞ്ചിപ്പുളിക്ക് ആവശ്യമായ ഇഞ്ചിയും ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിയിലുള്ള വെള്ളം ഒന്ന് ഇതിലിറങ്ങി വറ്റി ഡ്രൈ ആയി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി ഒരു ബ്രൗൺ കളർ, അതായത് ഇതിൻ്റെ ഈ പച്ച കളർ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച പുളി, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്, ആ നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഇഞ്ചിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇഞ്ചി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് മാറ്റിയതാണ് ഞാൻ. അതിലത്തെ കുറുമ്പും അങ്ങനെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അതുപോലെ നല്ല ശർക്കരയാണ്, അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കിയിട്ടല്ല ഇതിലേക്ക് ഒഴിക്കണത്. ശർക്കര അച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ 2 ശർക്കര അച്ചാണ് ഇതിലേക്ക് ഇടുന്നത്. നമുക്ക് മധുരത്തിന് ആവശ്യമായി ഇത് ഉരുകിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ശർക്കര ആയതുകൊണ്ട് നല്ല വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് വന്ന ശർക്കരയാണ്. അപ്പോൾ അതിൽ കല്ലും കുറുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ ശർക്കര ചേർത്ത് കൊടുത്തതാണ്. ഈ ശർക്കര ഞാൻ ഒരട്ടം അരിച്ച് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അപ്പോൾ അന്ന് എനിക്ക് അരിച്ച് കിട്ടിയപ്പോൾ അതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഉരുകി വന്ന് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. മധുരത്തിന് ഇനി ആവശ്യമാണെങ്കിൽ നമുക്കിത് ഒരു ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. അതുപോലെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ചേർക്കും. ഞാനിതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിയായി വരും. തിളച്ച് ശർക്കര ഉരുകി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരും. അപ്പോൾ നമുക്ക് നല്ലൊരു കട്ടിയായ രൂപത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇഞ്ചിപ്പുളി റെഡിയാവും. ഇതിന് പല നാട്ടിൽ ഇഞ്ചിപ്പുളി എന്ന് പറയും, ചില നാട്ടിൽ പുളിഞ്ചി എന്ന് പറയും. പല പേരാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇഞ്ചിപ്പുളീൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നല്ലതായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോൾ നമ്മൾ ഇഞ്ചിപ്പുളി റെഡിയായി വരും. അപ്പോൾ ഇതിൽ മധുരമൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറുകി കൈയെടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കണം നമുക്ക്. നമ്മൾ ഇഞ്ചിപ്പുളി അതേപോലെ റെഡിയായി വന്നു.
ഇത്രത്തോളം വെള്ളം ഉണ്ടായിനി അതൊക്കെ വറ്റി ഇത്ര ആയിട്ടുണ്ട്. ചെന്ന് ഒന്നും കൂടി കുറുകി വരാനുണ്ട്. നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഞ്ചിപ്പുളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ബിരിയാണിക്ക്, നെയ്ച്ചോറിന്, സദ്യൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ റിച്ചൂസ് വ്ളോഗ് കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.